റോബിൻ ഹുഡ് നമുക്കെല്ലാവർക്കും അറിയാം. റോബിൻ ഹുഡ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരു ലെജൻഡറി ഔട്ട്‌ലോ. നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയെ പോലെ പണമുള്ള ക്രൂരന്മാരായിട്ടുള്ള സമൂഹത്തിന് ദോഷം മാത്രം ചെയ്യുന്ന ആൾക്കാരീന്ന് സമ്പത്ത് മോഷ്ടിച്ചോണ്ട് വന്ന് അത് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഔട്ട്‌ലോ. അതുപോലെ കായംകുളം കൊച്ചുണ്ണിയെ പോലെ ഒരാളാണ് ഈ റോബിൻ ഹുഡ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറിബിൾ ആയിട്ടുള്ള തിങ്സ് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ഒരുപാട് പേരെ കൊല്ലാതെ കൊന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഡെത്ത്, ഇത്രയും ലൈഫിൽ ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത പുള്ളിക്കാരൻ്റെ ഡെത്ത്, അത് വയലന്റ് ആയിരിക്കുമോ അതോ സമാധാനപരമായിരിക്കുമോ? അതാണ് ഡെത്ത് ഓഫ് റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ സിനിമ ഒരു ആക്ഷൻ പാക്ഡ് സിനിമയല്ല. ഈ സിനിമ ഒരു എന്താ പറയുക, എന്താ പറയുക, ആക്ഷൻ ത്രില്ലർ സിനിമയല്ല. ഇത് ഒരു സൈക്കോളജിക്കൽ ഡ്രാമ. ഡ്രാമ, പ്യുവർ ഡ്രാമ. അതാണ് പടം. ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു ഒരു 20 മിനിറ്റ്സ്, 25 മിനിറ്റ്സ്, ഹാഫ് ആൻ അവർ ഒക്കെ ആകുമ്പോഴേക്കും ഒരു കുറച്ച് വയലൻസ്, കുറച്ച് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. വളരെ കുറച്ച്, അത്രേ ഉള്ളൂ. അത് ആ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഹ്യൂ ജാക്ക്മാൻ്റെ പെർഫോമൻസ് കിടിലം. ലോഗൻ കണ്ടതിന് ശേഷം പുള്ളിയുടെ ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് ഞാൻ ഇവിടെയാണ് കാണുന്നത്. ഭയങ്കര എന്താ പറയുക, ജീവിതത്തിൽ ചെയ്ത എല്ലാ ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങളോടും ഉള്ള ഒരു ഗിൽറ്റ് അയാളുടെ ഫേസിലുണ്ട്, ആ ത്രൂ ഔട്ട് ആക്റ്റിലുണ്ട്. അത് നല്ല രീതിയിൽ നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്ത് പുള്ളിയുടെ മുഖത്തോട് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അത് ഭയങ്കര രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പടം ഡാർക്കാണ് കേട്ടോ. ഡാർക്ക് തീമിലാണ് പടം പോകുന്നത്. ഈ പടത്തിൻ്റെ ലൈറ്റിങ് അതിഗംഭീരം. കാര്യം ഇതിനകത്ത് ഞാൻ തന്നെ വിചാരിച്ചു, ഞാൻ ഏതോ ഒരു പോയിന്റ് വെച്ച് ഞാൻ സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ വിചാരിച്ചു, ഇത് നാച്ചുറൽ ലൈറ്റിൽ എടുത്തതാണോ? കാര്യം ഇതിനകത്ത് ലൈറ്റിങ് ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. അത് അമ്മാതിരി രീതിയിൽ ഈ എന്താ പറയുക, ഈ എന്താ പറയുക, ബ്ലാക്ക് ഔട്ടൊക്കെ ചെയ്യുന്ന ലൈറ്റൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഇത് ഗംഭീരമാക്കിയിട്ടുണ്ട് പടം. സിനിമാറ്റോഗ്രാഫി അന്യായം. ആ ഒരു എന്താ പറയുക, ആ ഒരു അയർലൻഡാണോ ഐസ്ലാൻഡാണോ, ഏതാണ്ട് ആ ഒരു റീജിയൻ, ആ ഒരു റീജിയനിലുള്ള ആ ഒരു മിഡീവിയൽ പീരീഡിൽ നടക്കുന്ന കഥയാണ് നമ്മുടെ റോബിൻ ഹുഡിൻ്റെത്. അപ്പോൾ ആ സമയത്തെ ഒരു ഡാർക്ക് സാധനം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് അവർ, നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന കളർഫുൾ ഡാർക്ക് സാധനങ്ങളൊന്നുമല്ല, കളർഫുൾ ആയിട്ടുള്ള ഡാർക്ക് കളർഫുൾ ആയിട്ടുള്ള എന്താ പറയുക, മിഡീവിയൽ ഒരു ഏജ് ഒന്നും അല്ല ഇത്. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളൊരു ഏജാണ്, അതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഈറിയായിട്ട് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ ഓരോ സാധനം ആ കേൾക്കുമ്പോഴും നമുക്ക് ആ സീനുമായിട്ട് ബ്ലെൻഡ് ചെയ്തങ്ങ് പോകും. പിന്നെ ഒരുപാട് സൈലൻസ് ഇതിനകത്തുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുടെ ഇമോഷൻ കാണിക്കുന്ന സൈലൻ്റ് ആയിട്ട് ആൾക്കാരിങ്ങനെ അവരുടെ സൈലൻറ്റിലും ആ കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒരുപാട് ഷോട്ടുകളുണ്ട്. ഒരു മൂവി എടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മൂവി സിനിമാറ്റോഗ്രാഫി പഠിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മൂവി ഷൂട്ട് ചെയ്യുന്ന ഒരാൾ, ഷോർട്ട് ഫിലിം എടുക്കുന്ന ആൾക്കാർ, മൂവി ഇഷ്ടമുള്ള ഒരാൾക്കാർ കണ്ടിരിക്കേണ്ട പടം തന്നെയാണ്. കുറേ ടെക്നിക്കലായിട്ടുള്ള കുറേ എങ്ങനെ ഓരോ ആൾക്കാരുടെ ഈ സൈക്കോളജിക്കലായിട്ട് ആൾക്കാരുടെ ഇത് ഒപ്പിയെടുക്കാം, ഫേസിലുള്ള ബിഹേവിയറൊക്കെ എങ്ങനെ ഒപ്പിയെടുക്കുക എന്നുള്ളത് ഇതിലൂടെ പഠിക്കാം. പിന്നെ മെയിൻ ഫ്ലോസ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും പറയും ഓൺലൈൻ റിവ്യൂസിലൊക്കെ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ലോ പേസ്ഡ് ആണ്. കാര്യം എനിക്ക് തോന്നിയത് ഈ സാധനം ട്രെയിലറിൽ ഇവർ മാർക്കറ്റ് ചെയ്ത ആക്ഷൻ പടമായിട്ടാണ്. കാര്യം ഫസ്റ്റ് ഹാഫിലുള്ള കുറച്ച് ആക്ഷനൊക്കെ വെച്ചിട്ട് ഇവർ ട്രെയിലറിലിട്ട് അങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്തത്. പക്ഷേ ഇത് അങ്ങനെ ഒരു പടമല്ല, സ്ലോ ആണ് ഇത്. ആ ക്യാരക്ടറുമായിട്ട് ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഈ ഇത്രയും ടെറിബിൾ ആയിട്ടുള്ള ചെയ്ത ആളുടെ ഗിൽറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നൊരു പടമാണിത്. അല്ലാതെ ഇതൊരു ആക്ഷൻ അല്ല. ആളുടെ എന്താ പറയുക, വയസ്സായി, റോബിൻ ഹുഡ് വയസ്സായ സമയത്തുള്ള കുറേ എന്താ പറയുക, ആളുടെ ഗിൽറ്റും ആൾ ഇത്ര നാൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഒരു പശ്ചാത്താപമൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ എനിക്ക് ഇതൊന്നും അല്ല, എനിക്ക് ഈ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സാധനമൊന്നും അല്ല വിഷയമായിട്ട് തോന്നി. എനിക്ക് വിഷയമായിട്ട് തോന്നിയത് ഇതിനകത്ത് സൈഡ് ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആളുടെ ഒരു സുഹൃത്തുണ്ട്, സുഹൃത്തിൻ്റെ മകളുണ്ട്, അങ്ങനെ ഒരു പയ്യൻ വരുന്നുണ്ട്. ഈ സൈഡ് ക്യാരക്ടേഴ്സ് ഒക്കെ അങ്ങ് ഷേഡി ആയിപ്പോയി, ഭയങ്കര ഷേഡി ആയിപ്പോയി. അവരൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ പോലെ. അവരൊക്കെ ഹ്യൂ ജാക്ക്മാൻ്റെ പെർഫോമൻസിൽ അങ്ങ് ഇത് ഇല്ലാതായി പോയതാണോ എന്ന് എനിക്കറിയില്ല. അവരുടെയൊക്കെ പെർഫോമൻസ് ഭയങ്കര എന്താ പറയുക, എനിക്ക് അത്ര ഒത്തില്ല. അതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് തോന്നി. അല്ലാതെ പടം സൂപ്പർ പടം. ആ ക്ലൈമാക്സ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ത്രില്ലർ ഒന്നുമല്ല, അങ്ങനെ ആരും കാണാൻ പോകണ്ട. ഡ്രാമ, പ്യോർ ഡ്രാമ, അത്രേ ഉള്ളൂ. പ്യോർ ഡ്രാമയാണ്, സൈക്കോളജിക്കൽ ഡ്രാമ. ഒരു
എന്താ പറയാ, ലൈഫിൽ ചെയ്തതെല്ലാം ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നും പണ്ട് ചെയ്ത കാര്യങ്ങളുടെയൊക്കെ പരിണിത ഫലമായിട്ട് അവരൊക്കെ ഇപ്പോഴും ആളെ തേടി നടപ്പുണ്ടെന്നും അറിയുന്ന ഒരു പേടിയും അതിൽ നിന്നൊക്കെ ഒളിച്ചോടുന്ന ഒരു മാനസികാവസ്ഥയും ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങനെ ഒരു ക്യാരക്ടറായി വയസ്സാം കാലത്ത് അങ്ങനെ ഒരു ക്യാരക്ടറായി മാറുന്ന ഒരു എന്താ പറയുക, ഒരു പശ്ചാത്താപത്തിൽ കിടക്കുന്ന ഒരാളാണ്. പേടി, ഗിൽറ്റ്, ഇതെല്ലാം നിറഞ്ഞൊരു സാധനം. അത് അഭിനയിക്കുക എന്ന് പറയാൻ ഭയങ്കര പാടുള്ള കാര്യം. പക്ഷെ ഹ്യൂ ജാക്ക്മാൻ അങ്ങനല്ല. ലോകനകത്തൊരു വേറൊരു സാധനം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വേറൊരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇത്രേ ഉള്ളൂ. പടം ഗംഭീരം, കൊള്ളാം. ഒരു പെർഫെക്റ്റ് ഡ്രാമ. എനിക്ക് അതിൻ്റെ പേസിംഗ് ഒന്നും വലിയ ശോകമായിട്ടൊന്നും തോന്നിയില്ല. കൊള്ളാം, നല്ല ഒരു പെർഫെക്റ്റ് ഡ്രാമയാണ്. കാര്യം ഇത് തിയേറ്ററിൽ പോയി കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ആക്ഷൻ ആയിരിക്കും, മറ്റേതായിരിക്കും, മറിച്ചായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇത് അങ്ങനെ പോയി കാണേണ്ട പടമല്ല. തിയേറ്ററിൽ പോയി കണ്ട് കൈയടിക്കേണ്ട പടമൊന്നുമല്ല. ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. ഈ പടം ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. ഇതേപോലെ എനിക്ക് ഈ ഒരു ടോണിലൊക്കെ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെവനൻ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സ്റ്റോറിയൊന്നും അല്ല കേട്ടോ, അങ്ങനെ ഒരു ത്രില്ലർ സ്റ്റോറിയൊന്നും അല്ല, അങ്ങനെ ഒരു എൻഗേജ്മെൻ്റ് ഒന്നും അല്ല. പക്ഷെ ഒരു എന്താ പറയുക, റെവനൻറ്റിൻ്റെ ഒരു ഡാർക്ക് സാധനമില്ലേ, ആ സാധനമൊക്കെ ഇതിനകത്ത് പക്ക അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. അടുത്ത റിവ്യൂ ആയിട്ട് കാണാം.